राइफल, पिस्टल, कारतूस, तोप, ड्रोन्स उस वेबसाइट पे सारे के सारे दिखेंगे। मगर सच्चाई यह है कि अदानी उनमें से एक भी चीज नहीं बनाता है। നമസ്കാരം. രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറച്ചു കാലം മുമ്പ്, ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ പ്ലാറ്റ്ഫോമിലൂടെ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്, ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ, തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതാണ് ഇന്ന് ഗുജറാത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ പങ്കുവച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതായത് അദാനി ഇന്ത്യൻ ഡിഫൻസിന് കൊടുക്കുന്ന ആയുധങ്ങൾ അത് ഇസ്രായേലിന്റെ കോപ്പി ആയുധങ്ങളാണ്, ഒറിജിനൽ ആയുധങ്ങളല്ല എന്ന്. അതായത് കോപ്പി എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താന്നുള്ളത്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്, അത് തന്നെയാണ് അതിന്റെ അർത്ഥം. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ ഇരിക്കും, പക്ഷെ കോപ്പി ആയിരിക്കും. പെർഫോമൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷെ ആയുസും ആ ഗുണമേന്മയും ഒക്കെ കുറവായിരിക്കും. അതിനെയാണ് കോപ്പി എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങൾ വാങ്ങിയതിന് ശേഷം അതിനകത്ത് അദാനി എന്ന് ലേബൽ ഒട്ടിച്ചിട്ട് അത് സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുന്നു എന്നാണ് അദ്ദേഹം വീഡിയോ സഹിതം അന്ന് പങ്കുവച്ചിരുന്നത്. അതായത് ഇസ്രായേലിന്റെ കോപ്പി ആയുധങ്ങൾ കൈമാറുന്നു എന്നുള്ളത്. അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് ഗുജറാത്തിൽ സംഭവിക്കുന്നത്. ഏകദേശം 120 കോടി വിലയുള്ള ഒരു ഡ്രോൺ, നേരത്തെ ഒരു ഡ്രോണ് പ്രതിരോധ വകുപ്പിന് കൊടുത്തിരുന്നു. അതിന് രണ്ടാം ഘട്ടമായി മറ്റൊരു ഡ്രോൺ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഒരു ചെക്കിംഗ്, ഒന്ന് പറത്തി നോക്കുകയാണ് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് പറത്താൻ നോക്കുന്ന സമയത്ത് അത് പൊളിഞ്ഞ് താഴെ വീണു, പൊട്ടിപ്പോയി. അതായത് തകർന്നു പോയി. അതായത് 120 കോടി രൂപ വിലയുള്ള ഒരു ഡ്രോണാണ് അതിന്റെ ചെക്കിങ്ങിൽ തകർന്ന് തരിപ്പണമായത് എന്ന് മനസ്സിലാക്കണം. അതായത് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് നിലവാരമില്ലാത്ത വെറും കോപ്പി ആയുധങ്ങൾ തന്നെ വാങ്ങി ലേബൽ ഒട്ടിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്. രാഹുൽ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. उसपे आप लिखिए अदानी डिफेंस, मीटिंग के बाद आप करना और आपको दिखेगा चमकता हुआ वेबसाइट, उसमें अलग अलग हथियार दिखेंगे, राइफल, पिस्टल, कारतूस, तोप, ड्रोन्स उस वेबसाइट पे सारे के सारे दिखेंगे। मगर सच्चाई यह है कि अदानी उनमें से एक भी चीज नहीं बनाता है। वो सारे के सारे हथियार विदेशी कंपनियां बनाती हैं। ड्रोन इजराइल की कंपनी बनाती है, हथियार इजराइल की कंपनी बनाती है। नरेंद्र मोदी जी सिर्फ अदानी को डिफेंस का कॉन्ट्रैक्ट देना चाहता है, इसीलिए विदेशी कंपनियों के हथियारों के ऊपर अदानी का लेबल लगता है। एक तरफ जवानों से उनका पेंशन छीना जाता है, उनका शहीद का दर्जा छीना जाता है, उनकी ट्रेनिंग कम की जाती है, और दूसरी तरफ वही पैसा सीधा अदानी की जेब में जाता है. രാഹുൽ അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിദേശത്ത് നിന്ന് ലോക്കൽ സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം അതിനകത്ത് അദാനിയുടെ ലേബൽ ഒട്ടിച്ചിട്ട് സൈന്യത്തെയും സർക്കാരിനെയും പറ്റിക്കുകയാണ്. അന്ന് അദാനിയുമായി സർക്കാർ കരാർ ഉറപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അന്നത്തെ പ്രതിപക്ഷം വളരെ ശക്തമായി എതിർത്തിരുന്നു എന്ന് മനസ്സിലാക്കാം. നരേന്ദ്രമോദി സർക്കാരിനോട് വളരെ ശക്തമായി എതിർപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ എതിർപ്പൊന്നും വകവെക്കാതെ ശക്തമായി സർക്കാർ മുന്നോട്ട് പോവുകയും കരാർ ഉറപ്പിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ 2024 ജൂണില് അദാനി ഡിഫൻസ് വിഭാഗത്തിന് ഒരു ഡ്രോൺ കൊടുത്തിരുന്നു. 2024 ജൂണിനാണ് ഒരു ഡ്രോൺ കൊടുത്തിരുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അടുത്ത ഘട്ടത്തിൽ കൊടുക്കേണ്ടിയിരുന്ന രണ്ടാമത്തെ ഡ്രോണാണ് ഇപ്പോൾ കൊടുത്തപ്പോഴത്തേക്ക് പൊട്ടി തകർന്ന് പോയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഡ്രോൺ തകർന്നു പോയത് എന്ന് കമ്പനി അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെയോ അല്ലെങ്കിൽ ലാഭം നോക്കിയിട്ടോ നമ്മുടെ സർക്കാർ ഇവിടെ AI ക്യാമറയും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങി വെക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടെയാണോ നമ്മുടെ ആയുധങ്ങൾ, പ്രതിരോധ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്ന് നോക്കണം. നമ്മുടെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മ്യാൻമാർ ആ മേഖലയിലൊക്കെ, ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തൊക്കെ യുദ്ധ സാഹചര്യം ഉണ്ട്. പാകിസ്ഥാനിലും ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു കരുതലോടെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ആയുധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്, എത്രത്തോളം ഗുണമേന്മയുള്ളതാണ് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത്. ഭരണാധികാരികൾ തങ്ങളുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന്റെ സുരക്ഷ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. Exclusive economic zone spanning over 6 million square kilometers. Bengaluru-based startup Arctis Aerospace has conducted the flight test of its fixed-wing drone. Solar Group has successfully test-fired its Bhargav Astra counter-drone system.
Adani Defence manufactured Drishti-10 drone has crashed in Gujarat yesterday during Navy's pre-acceptance trials. Turkey's Anchor 3 UCAF has successfully conducted its first internal payload munition release at an altitude of 20,000 feet and a speed of 180 knots. Prime Minister Modi has commissioned INS Shurat destroyer, INS Nilgiri frigate and INS Vagsir submarine. Reliance Jio has become the first telecom operator to provide 5G connectivity to the Indian Army at the Siachen Glacier. Gas Turbine Research Establishment has been waiting for the past 9 months for a slot to retest the dry cavalry engine in Russia. Indian Air Force has decided to outsource the repair and overhaul of its Mi-17 V5 helicopter engines to private Indian firms. The DRDO is set to conduct additional trials of the 300 km range Rudram 2 air-to-ground missile by end of 2025 from Mirage 2000 fighter jet. Solar Group has successfully test-fired its Bhargav Astra counter-drone system, which is based on micro-missile that has been developed to tackle the growing threats from loitering munitions and weaponized drones. The micro-missile hit a virtual target 2.5 kilometers away during its first test, and again it successfully targeted a moving electronic UAV Mimic at the same location. It has a capability to detect drones with radar at 10 km range for medium and large drones, and 6 km range for swarm drones and low radar cross-section targets, across diverse Indian terrains up to 5,000 meters altitude. Lockheed Martin has intensified its efforts to persuade the Indian Air Force to procure its latest iteration of the F-16. In a significant proposal, the company has committed to setting up a production line with Tata Advanced Systems that will be capable of manufacturing 4 F-16 aircraft each month, that could allow India to increase its fleet by 48 aircraft annually, and this production promise is particularly appealing, given the Air Force's current shortfall in its fighter squadrons. Hindustan Aeronautics is gearing up to conduct firing trials of the 7 km range Halina anti-tank guided missile from Prachand light combat helicopter. Currently, Halina has moved into limited production, with new batches of missiles lined up for testing on the Prachand. The Halina is capable of both direct hit and top attack modes to defeat different types of armor, and its addition on the Prachand will result in significantly enhanced anti-tank capabilities. Different angles. Don't forget to subscribe and support this channel.